നമസ്കാരം കുമാറെ. ഈ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ ബംഗ്ലാദേശിലുള്ള വാർത്തകളെക്കുറിച്ച് നമ്മൾ നിരന്തരം റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ നേരിടുന്ന ഭീകരമായ പ്രശ്നങ്ങൾ. എന്നാൽ നമ്മുടെ തന്നെ മലയാളത്തിലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലർ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇതിനെ വസന്തകാല വിപ്ലവം എന്നുപോലും പുകഴ്ത്തിയ മലയാളത്തിലെ ഒരു മാധ്യമമുണ്ട്, ഒരു പ്രശസ്തമായ ഒരു മാധ്യമം. അതുമാത്രമല്ല, ഇന്നും മറ്റൊരു ഡിജിറ്റൽ മാധ്യമം സാറ്റലൈറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ട് ഇപ്പോൾ ഡിജിറ്റലായി നിൽക്കുന്ന ഒരു മാധ്യമം ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായ ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ന്യൂനപക്ഷ വേട്ട എന്നുള്ളത് ഇവിടെയുള്ള ഒരു പറ്റം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ബംഗ്ലാദേശിൽ അന്തരീക്ഷം വളരെയധികം സമാധാനപരമാണ്. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഹിന്ദുക്കളെ വേട്ടയാടുന്നില്ല. ഇത് ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ, വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടി എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? അല്ല, ഈ ഡിജിറ്റലിൽ ഇടിച്ചു നിന്ന മാധ്യമത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ മറ്റേ പത്രത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോളം വലിയ പാരമ്പര്യവും ഒക്കെയുള്ള ഒരു പത്രമാണ്. വളരെ നമ്മൾ ആ പത്രത്തിൻ്റെ പേര് പറയാതിരിക്കുന്നത് എന്തിനാണ്? മാതൃഭൂമി. എല്ലാവരും കണ്ടു കാണും, ഇതിനോടകം എല്ലാവരും കാണും. മാതൃഭൂമിയുള്ള പോലുള്ള ഒരു പത്രമാണ് ഇത്ര അതപ്പതിച്ച ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. എന്തായാലും ഇവരുടെ വാദത്തിനെതിരെ ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഈ പറയുന്നത് പോലെയുള്ള വസന്ത വിപ്ലവമാണെങ്കിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വന്നപ്പോൾ, അതായത് അവിടുത്തെ സംവരണ നയം ഇവരാവശ്യപ്പെട്ടതുപോലെ എടുത്തു കളഞ്ഞപ്പോൾ ഈ 56% ഉണ്ടായിരുന്ന സംവരണം വെറും 7% ചുരുക്കിയപ്പോൾ ഈ വസന്ത വിപ്ലവം അവിടെ നിൽക്കേണ്ടതല്ലേ? അതെ അതെ അതെ. ഇനി ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണ് എങ്കിൽ 45 മിനിറ്റ് അൾട്ടിമേറ്റം കൊടുത്ത് 45 മിനിറ്റിൽ അധികം രാജ്യത്ത് തുടർന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രിയെ രാജിവയ്പ്പിച്ച് രാജ്യത്തിന് പുറത്താക്കിയപ്പോൾ അവിടെ ആ വസന്ത വിപ്ലവം നിൽക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും തുടരുന്നത്? അതിൻ്റെ ഉത്തരം തന്നെയാണ് നമ്മൾ പറയുന്ന ഈ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നത്. അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാവരും ഇന്നലെയോ തുടങ്ങിയ ഒരു പീഡിപ്പിക്കൽ അല്ല. അവർ നേരിടുന്ന ആ പീഡനം ഇന്നലെയോ തുടങ്ങിയതല്ല, അത് കാലങ്ങളായുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു അല്പമെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഭരണ സംവിധാനം തൂത്തെറിയപ്പെട്ടതോടുകൂടി അവിടുത്തെ ദേശവിരുദ്ധ ശക്തികളും മത തീവ്രവാദികളും എല്ലാം ഇപ്പോൾ അഴിഞ്ഞാടുകയാണ്. ഈ ഒരു ചൊല്ലുണ്ട് കുമാറെ, പറഞ്ഞു പഴകിയ ഒരു ചൊല്ലാണ്, ഈ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണീർ വറ്റരുത് എന്നുള്ള ഒരു അമ്മായിയമ്മയുടെ ആ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ ഒരു പറ്റം മാധ്യമങ്ങളും അതുപോലെ ഒരു പറ്റം രാഷ്ട്രീയക്കാരുമൊക്കെ നിലകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും ഇതിൽ ഇത് ഇന്ത്യയുമായി ഇതിനെ ഒന്ന് ഉപമിക്കുക, അല്ലെങ്കിൽ സമാനമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അതിനെ ചെറിഞ്ഞു നോക്കുക. ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ, ഇത് സത്യം വിളിച്ച് പറയുന്ന മാധ്യമങ്ങൾക്ക് മേൽ ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് വരുത്തി തീർക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയും കൂടി വിളിച്ച് പറയാൻ ആളുകളില്ലായിരുന്നെങ്കിൽ ഭൗമിക് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞ ദിവസം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഇവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വിളിച്ച് പറയാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇവിടെ EMS മന്ത്രിസഭയെ നെഹ്റു ചവിട്ടി പുറത്താക്കിയപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റേ ഏറ്റവും വലിയ നേതാവായ ചെഗുവേര നെഹ്റുവിൻ്റെ വീട്ടിലിരുന്ന് നെഹ്റു കൊടുത്ത റമ്മും കുടിച്ച് ചുരുട്ടും വലിച്ചിരിക്കുകയായിരുന്നു. ചെഗുവേരയ്ക്ക് അറിയില്ല ഇവിടെ ഒരു EMS ഉണ്ടായിരുന്നുവെന്നും അയാളെ ഏതാ ചവിട്ടി പുറത്താക്കുകയാണെന്നും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവിക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ ഒരു പ്രതികരണങ്ങളും ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്വന്തം വീട്ടുമുറ്റത്തേക്കോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്കോ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചൂട് അതൊക്കെ ഇവർ മനസ്സിലാക്കുക. കുമാർ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും സത്യാവസ്ഥ നമ്മൾ ഇതിൻ്റെ ഇഴകീറി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴി നമ്മളിതിൻ്റെ സത്യാവസ്ഥ അറിയുമ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു അവസ്ഥ അതിഭീകരമല്ലേ? അവിടുത്തെ ന്യൂനപക്ഷം കൃത്യമായി വേട്ടയാടപ്പെടുകയല്ലേ? ഇതിൻ്റെ ഒരു അന്ത്യം എവിടെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? തീർച്ചയായിട്ടും അവിടെ ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഒരു സ്ഥിരതയുള്ള ഒരു ഭരണകൂടമില്ല. ആ ഭരണകൂടത്തെ മാറ്റി പുതിയൊരു ഇടക്കാല ഭരണകൂടത്തെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അത് നിമിഷങ്ങൾക്കകം നടക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. ആരെയോ ഫ്രാൻസിൽ നിന്നൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വലിയ ഒരു അക്രമം നടക്കുന്നത്. തീർച്ചയായിട്ടും
ആ രാജ്യത്ത് പ്രശ്നം അവസാനിപ്പിച്ചേ പറ്റൂ. അല്ല എങ്കിൽ ഇന്ത്യയുടെ ഇടപെടൽ എന്തായാലും ഉണ്ടാകും, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടാകണം. കാരണം ഇപ്പോൾ ഹിന്ദുക്കളാണ് ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സിഖുകാരാണ് ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇപ്പോൾ ക്രിസ്ത്യാനികളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ചില സഖാക്കൾക്ക് സന്തോഷവും മത തീവ്രവാദികൾക്ക് പൊട്ടിച്ചിരിയും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അതല്ല, അവിടെ ഈ ഹിന്ദു എന്നത് വിട്ടേക്ക് വേറെ ഏതൊരു വിഭാഗത്തെയാണ് കൂട്ടക്കൊല ചെയ്യുന്നതെങ്കിലും അത് ഒരിക്കലും ആശ്വാസകരമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. രണ്ട് രാജ്യങ്ങളുടെയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അവസ്ഥകളിൽ വളരെ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമല്ല ഇത്. പക്ഷേ ഇന്ത്യയെ വളരെയധികം ഒരു വശത്തുകൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അവർ എപ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് ഒരു രാജ്യം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചുറ്റോട് ചുറ്റും പ്രശ്നങ്ങളാണ്. അപ്പുറത്ത് ബംഗ്ലാദേശ് പ്രശ്നം, പാകിസ്ഥാൻ പ്രശ്നം, താഴെ ശ്രീലങ്ക പ്രശ്നം. ശ്രീലങ്കയിലുണ്ടായ പ്രശ്നം ഒതുക്കി തീർത്തതിൻ്റെ വലിയൊരു കൈയുള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. അന്ന് കാരണം ഇത്രയധികം പണം ചെലവാക്കി ശ്രീലങ്കയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് വിജയിച്ചു എന്ന് അല്ല, ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ ഒരു മാനസിക പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളൊരു സ്റ്റാറ്റിക് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഈ അമേരിക്കയുടെ പേര് നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു വാസ്തവികത ഉണ്ടോ? ഈ അമേരിക്കയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സാമ്പത്തിക ശക്തിയായി ഇപ്പോൾ മൂന്നാം നരേന്ദ്ര മോദി വന്നതോടുകൂടി ആ കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു. ഇന്ത്യ ലോകത്തെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനൊരു തടയിടുക, മൊത്തത്തിൽ ഇന്ത്യയെ മാനസികമായി ഒന്ന് ഉലയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശശക്തി കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ നേരിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റില്ല, ഇന്ത്യയെ തകർക്കാനും പറ്റില്ല, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ചുറ്റോട് ചുറ്റിലും പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ആകെ പ്രശ്നമാക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു വല്ലാത്ത സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളൊരു തന്ത്രം ഇതിന് പിന്നിലില്ലേ? അല്ല, ബംഗ്ലാദേശിനെ അവരുടെ ഒരു കോളനിയാക്കുക, അമേരിക്ക ഒരു കോളനിയാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് അതായി തീരും എന്നുമൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നതാണ്. പക്ഷേ അതൊന്നും വിശ്വസനീയമായിരുന്നില്ല, നമ്മളത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രവചനങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംഗതി ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല എങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രം സാമ്പത്തികമായി ഉയരുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യയെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ താഴേക്ക് തള്ളിയിട്ടിട്ടാണ് ഇന്ത്യ കയറിപ്പോകുന്നത്. തീർച്ചയായും ബ്രിട്ടന് അതിലൊരു വലിയ മാനസിക സംഘർഷം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടുന്ന് ബ്രിട്ടനിലോട്ട് പോകാനുള്ള ഒരു അനുമതി പോലും അവർ നിഷേധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല അമേരിക്കയുടെ ലോക പോലീസ് എന്ന പദവി തന്നെ ആരും അറിയാതെ തട്ടിത്തെറിപ്പിച്ചു. അത് വീണതിന് ശേഷമാണ് അയ്യോ വീണു എന്ന് അമേരിക്ക പോലും അറിയാതെ തട്ടിത്തെറിപ്പിച്ചത് ഇന്ത്യയാണ്. ആ ഒരു രീതിയിൽ ഒരു പക്ഷേ ഇന്ത്യയോട് പല രാജ്യങ്ങൾക്കും വിദ്വേഷം അങ്ങനെ ഒരു പ്രകടമാക്കി കാണിക്കാൻ പറ്റില്ലെങ്കിൽ അവർ തമ്മിലൊരു മത്സരമുണ്ട്. ആ മത്സരം ജയിക്കാൻ വേണ്ടി അവർ പല കളികളും കളിച്ചേക്കാം. ഇപ്പോൾ ചൈനയെ അതിനുവേണ്ടി സഹായിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ കലാപം, ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് വലിയ ചില നഷ്ടങ്ങളുണ്ട്. ഇന്ത്യക്ക് ഒരുപാട് നിക്ഷേപങ്ങൾ ബംഗ്ലാദേശിലുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഇന്ത്യയെ പരോക്ഷമായി ബാധിക്കുന്നുണ്ട്. ഈ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വലിയ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാകുന്നുമുണ്ട്. ഇത്തരം നഷ്ടങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയെ ബാധിച്ചേക്കാം. അതിൽ ചില മുതലെടുപ്പ് നടത്താൻ ചില പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചേക്കാം. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഒരു ഡാമേജ് കൺട്രോൾ അവിടെ നടത്തുന്നത്. ഒരു പ്രധാനമന്ത്രിക്ക് ഒരു പട്ടാള മേധാവി 45 മിനിറ്റ് സമയം കൊടുത്തിരിക്കുന്നു. അതിനുള്ളിൽ അവിടെ നിന്ന് ആ പ്രധാനമന്ത്രിയെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ ഇന്ത്യ നടത്തുന്നത് അതുകൊണ്ടാണല്ലോ. ഇന്ത്യക്കതിൽ ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ അതിർത്തി അടച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇന്ത്യക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇന്ത്യ അത്രയും ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി 45 മിനിറ്റിനുള്ളിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും എന്താ പറയുക ഇൻ്റലിജൻസ് വിഭാഗത്തിലെ മിടുക്കന്മാരായ റോ ഏജൻസ് പോയിട്ടാണ് ആ 45 മിനിറ്റ് കൊണ്ട് അവരെ ദില്ലിയിൽ എത്തിക്കുന്നതും തുടർന്ന് അജിത് ഡോവലുമായിട്ടുള്ള മീറ്റിംഗ് ഒരുക്കുന്നതുമൊക്കെ. തീർച്ചയായും അത് ഒരു അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നു. അജിത് ഡോവൽ ഇവിടെ കാത്തിരിക്കുന്നു. ഇവിടെ ഒന്നിറങ്ങിയ ഉടൻ അജിത് ഡോവലുമായി, അതും റഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വരുന്നത്. തീർച്ചയായും എന്തും സംഭവിക്കാവുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അത്. അല്ല, അവിടെയാണ് ഇനിയുള്ള ചോദ്യം വരുന്നത് കുമാർ. കാര്യം ഇവരിപ്പോൾ ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. എത്ര കാലം ഭാരതത്തിന് ഇവർക്ക് വേണ്ടി ഇങ്ങനെ സുരക്ഷ ഒരുക്കി കാത്തിരിക്കാൻ പറ്റും?
അല്ല, ഇന്ത്യയിൽ അവർ വലിയ സുരക്ഷാ ഭീഷണിയൊന്നും നേരിടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഇവരെ സംരക്ഷിച്ചത് കൊണ്ട്, അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ സംരക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് നേരെ അവിടെ അക്രമം നടക്കുന്നത്. അവിടെ ഇപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശികളായ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് അക്രമം നടക്കുന്നത് എങ്കിൽ പോലും വലിയൊരു ഇന്ത്യൻ ഡയസ്പോറ അവിടെയുണ്ട്. ഏതാണ്ട് 4000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അതുപോലെ ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യൻ വംശജർ എന്ന് പറയാനാവില്ല എങ്കിലും ഇന്ത്യക്കാർ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. അവരെ അധികം ഈ അക്രമകാരികൾ തൊടാത്തതും ഇന്ത്യയെ ഭയന്നിട്ടാണ്. അവർ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നുവെങ്കിലും ഇന്ത്യയെ ഭയമുണ്ട്, ഇന്ത്യൻ സൈന്യത്തെ അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരെ അവർ നേരിട്ട് തൊടാത്തത്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൈന്യത്തിൻ്റെ ഇടപെടൽ, ഈ പറഞ്ഞതുപോലെ ഈ വസന്ത വിപ്ലവം ഒരു പക്ഷേ ആ ഒരു പ്രക്ഷോഭത്തോട് നമുക്കും ഒരു അനുഭാവം തോന്നിയിരുന്നു. കാരണം പണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻതലമുറയ്ക്ക് 30% സംവരണമൊക്കെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സാമൂഹികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തോട് നമുക്ക് യോജിപ്പുണ്ട്. അത് ഷെയ്ഖ് ഹസീന സർക്കാരാണ് അത് എടുത്തു കളഞ്ഞത്. അതെ, ആ 30% സംവരണം എടുത്തു കളഞ്ഞ സർക്കാർ ഷെയ്ഖ് ഹസീനയുടേതാണ്. ആ സമയത്ത് ഇടപെടലുണ്ടായത് ഹൈക്കോടതിയിൽ നിന്നാണ്. അതിനുശേഷം സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് 93% ജനറൽ കോട്ടയാക്കി. തീർച്ചയായും പ്രശ്നം അവിടെ തീരേണ്ടതായിരുന്നു. ആ പ്രശ്നം അവിടെ നിന്ന് ഹൈജാക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ആദ്യം ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ സ്ഥാനഭ്രഷ്ടയാക്കാനുള്ള പ്ലാന് ആരുണ്ടാക്കുന്നു? നമ്മുടെ സൈന്യം ഉണ്ടാക്കുന്നു. അക്രമത്തിന് അവർ ചിലരെ പ്രേരിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ മതതീവ്രവാദ സംഘടനകളും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള ബന്ധം, അതേ പാറ്റേണാണ് ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ മതതീവ്രവാദ സംഘടനകളും സൈന്യവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇവരെ അക്രമത്തിന്, പക്ഷേ എന്നാൽ സൈന്യം ഇതുവരെ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല, ഒരു മറ്റിടത്ത് കാണുന്നത് പോലെ. അല്ല, തീർച്ചയായും സൈന്യം വളരെ പ്രകടമായി, പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീനയുടെ അച്ഛനെ ഇതുപോലൊരു ഒരു സൈനിക പട്ടാള അട്ടിമറിയിൽ കൊല്ലപ്പെട്ടതാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവരെ കൊന്നുകളയും എന്നൊരു സ്ഥിതിവിശേഷം വരുന്നു. അതേസമയം തന്നെ ഈ അക്രമികൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സൈന്യത്തിന് സാധിക്കുന്നുമില്ല. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. അവിടെയാണ് ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. അവിടെ തീവ്രവാദി, അതാണ് കഴിഞ്ഞ ദിവസം കുമാർ ഈ ആക്രമണം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒന്നുകിൽ ഭരണപക്ഷം സ്ട്രോങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പ്രതിപക്ഷം സ്ട്രോങ് ആയിരിക്കണം. ഈ രണ്ടുപേരും പരാജയപ്പെടുത്തുന്നിടത്ത് സൈനികം സ്ട്രോങ് ആയിരിക്കണം, സൈനിക വൃത്തങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഇവിടെ ഈ 3 പേരും ഈ പറഞ്ഞതുപോലെ നിശബ്ദരായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഈ അരാജകവാദികൾ അഴിഞ്ഞാടുന്ന കാഴ്ച വരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ വസന്ത വിപ്ലവം എന്ന് പറയുന്നുണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ആക്രമണം ഇന്ത്യയിലെ ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അക്രമങ്ങളുടെ വാർത്തകൾ പലതും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആലപ്പുഴയിൽ നടന്ന അവരും മലരും പ്രൊട്ടസ്റ്റ്, അതുമായി കടുത്ത സാമ്യമുള്ള രീതിയിലാണ് ബംഗ്ലാദേശിലെ പല ചിത്രങ്ങൾ പോലും വ്യക്തമാക്കുന്നത്. രണ്ടിടത്തെയും കൊടികളിൽ പോലും പച്ചയും ചുവപ്പും നിറം കലർന്നിട്ടുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും ഈ ഒരു സാമ്യത ഉണ്ടോ? തീർച്ചയായിട്ടും അവർ സ്വാഭാവികമായും സാമ്യത ഉണ്ടാകുമല്ലോ. കാരണം ഇവരുടെയൊക്കെ പ്രവർത്തനം ഒരേ പാറ്റേണിലായതുകൊണ്ടുള്ള ഒരു സാമ്യമാണ്. ഇതിനപ്പുറം ഈ ചില കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയമായി നടക്കുന്നുണ്ട്. അത് എന്നത് ഇതാ കണ്ടോ, അവർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കയറിപ്പോയി, നിങ്ങളും നരേന്ദ്രമോദിയിലേക്ക് വസതിയിലേക്ക് കയറിപ്പോക്കോ എന്ന് ചേർ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു ഇന്ത്യൻ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, അതായത് ആര് ഭരിച്ചാലും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഭരിച്ചാലും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും രാജ്യത്ത് ഇങ്ങനെ ഒരു അരാജകത്വം നടക്കരുത് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയുമായിട്ട് ഈ വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇവിടുത്തെ പട്ടാളം കാലാകാലങ്ങളിലായി നമ്മുടെ മിലിറ്ററി ഫോഴ്സസ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകുന്ന ഒരു വിലയുണ്ട്. അതെ, ആ ഒരു വിലയാണ് ഒരുപക്ഷെ നമ്മുടെ എല്ലാ ഈ പറഞ്ഞതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉത്തരം. തീർച്ചയായും അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദേശീയത ഇല്ലാത്ത ഒരു സംഘം ആളുകളായി ഇന്ന് ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ അരാജകത്വം ഉണ്ടാകും. അവർക്കൊരു രാഷ്ട്രമാണ്, നമ്മളൊരു രാഷ്ട്രമാണെന്ന ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ആ ദേശീയത രാഷ്ട്രമാണ് പ്രധാനം എന്ന് നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇവിടെയൊക്കെയാണ് അന്വർത്ഥമാകുന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കും, പക്ഷേ ഇത് നമ്മുടെ രാഷ്ട്രമാണ് ആദ്യം, രണ്ടാമതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ വരേണ്ടത് എന്ന നിലയ്ക്കാണ് രാജ്യം മുന്നേറുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഭീഷണിയൊന്നും ഇന്ത്യ നേരിടുന്നില്ല. പക്ഷേ
അയൽ രാജ്യം അസ്വസ്ഥമാകുമ്പോൾ ഇന്ത്യക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ആ ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഈ മണിക്കൂറുകളിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. സൂചിപ്പിച്ചതുപോലെ ഈ ബംഗ്ലാദേശിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവിടെ പ്രസിഡന്റിൻ്റെ കിടക്കയിൽ കയറി കിടക്കാമെന്നും പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി ഇരുന്ന് സിഗരറ്റ് വലിക്കാമെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വച്ചേക്കുന്നതാണ് നല്ലത്. കാര്യം രാഷ്ട്രമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ രാജ്യമാണ് ഭാരതം. ഇവിടുത്തെ പട്ടാളവും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അങ്ങനെ തന്നെ സമാന രീതിയിൽ ചിന്തിക്കുന്നവരാണ്. മറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രവിരുദ്ധരാണ്. അവരെ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.